Hello guys, ഞാനും എൻ്റെ ഇവാനും ഷെഫ്സ് ഇസ് ബാക്ക് ഇൻ ദ ഷെഫ്സ് കിച്ചൺ ആഫ്റ്റർ ലോങ് ഡേയ്സ്. നമ്മളൊരു എഗ് പപ്സ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു 15 minutes എഗ് പപ്സ്. പെട്ടെന്ന് ചട്ടപ്പെട്ട ഒരു എഗ് പപ്സ്. ഓക്കെ, കം ഓൺ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ പപ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ന് സ്വിറ്റ്സിൻ്റെ പേസ്ട്രി ഷീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. മൈദ ഒന്നും കുഴയ്ക്കാൻ ടൈമില്ല, ഇന്ന് ഇൻസ്റ്റൻറ്റ് പപ്സ് ആയതുകൊണ്ട്. അങ്ങനെ പല്ലവി വന്നത് ഉള്ളിയൊക്കെ അരിയണം. നമ്മൾ ആ സമയം കൊണ്ട് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഗ്ഗിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇടുക. പാൻ എണ്ണയിട്ട് വെളിച്ചെണ്ണയിൽ ചൂടായതിനു ശേഷം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ സാധാ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഓണിയൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഓണിയൻ ഒന്ന് ഡ്രൈ ഒരുപാട് ഡ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലതായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യുക, പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. മല്ലിയില ഇട്ട് ഒരു 2 minutes കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം മാറ്റി വെച്ചേക്കുക. ഉള്ളി തണുത്തതിന് ശേഷം നമ്മൾ പേസ്ട്രി ഷീറ്റ്സിൽ മസാല വെച്ചു, പിന്നെ എഗ്ഗ് വെച്ചു, പിന്നെ നമ്മളത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ പപ്സ് എപ്പോഴും ഇങ്ങനെ കോണോട് കോണായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത് എയർ ഫ്രയറിൽ ആയി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അങ്ങനെ നമ്മൾ 4 എണ്ണം അതേപോലെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ പേസ്ട്രി ഷീറ്റ്സ് എപ്പോഴും ഒരു 20 minutes മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വയ്ക്കുക. അപ്പോഴത്തേക്കും ആ കറക്റ്റ് മാവിൻ്റെ പരുവമായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ലേസും പൊങ്ങി വരത്തില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുക, എയർ ഫ്രയറിനകത്ത് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ 4 പപ്സും വെച്ചു. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത യെല്ലോ എഗ്ഗ് എടുത്തൊന്ന് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ നല്ല ക്രിസ്പി, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. ഞാൻ എയർ ഡ്രയർ 200 degree Celsius 18 minutes ആണ് വെച്ചിരിക്കുന്നത്. ആ ടൈം കൊണ്ട് ഞാൻ ചായ ഇടുക, നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ ചായ. പ്രത്യേകം ഒന്നും പറയുന്നില്ല, പാൽ ചായപ്പൊടി സെപ്പറേറ്റ് തിളപ്പിച്ച് നല്ലതായിട്ട് അടിക്കുക. ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് പതയായിട്ട് വരും. ഇതാണ് സ്പെഷ്യൽ ട്രിവാൻഡ്രം സ്റ്റൈൽ. ഞാൻ കാർഡമം ചേർക്കുന്നുണ്ട്. ഞാൻ ട്രിവാൻഡ്രം ചായ എന്ന് പറയുന്നത് എപ്പോഴും എത്രത്തോളം അടിക്കും അത്രത്തോളം പപ്സിൻ്റെ റാക്ക് തുറക്കാൻ പോവാണ്. 18 minutes 20 minutes ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഓക്കെ ഗൈസ്, അങ്ങനെ എൻ്റെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് സ്പെഷ്യൽ ഫ്രം ഷെഫ്സ് കിച്ചൺ. അടിപൊളി പപ്സാണ് ഗൈസ്. നോക്കും, നമ്മുടെ കടയിൽ കിട്ടുന്ന അതേപോലെ ക്രിസ്പി ലെയർ ഉണ്ട്. സൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക് കേൾക്കായിരിക്കും. നമ്മൾ കടയിൽ കിട്ടുന്ന നല്ല മുരിങ്ങിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ടീ റെഡിയാണ്. ടീ ആൻഡ് പപ്സ് സ്പെഷ്യൽ ചെയ്യുന്നത്. താങ്ക് യു. അങ്ങനെ ഗൈസ്, നമ്മുടെ ടീ ടൈമായി. നമുക്ക് ചായയും പപ്സ് എന്തായാലും ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ. ഷെഫ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാം ഗൈസ്. ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ചെയ്തോണം. വേറെ ലെവൽ. കളി കിട്ടുന്നേക്കാളും സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഇതിപ്പോൾ കറക്റ്റ് വരുവാണ്. ക്രിസ്പ് ആവണമെങ്കിൽ 22 minutes വയ്ക്കാം. ഒരു 10-14 ലേയേഴ്സ് ഉണ്ട്. നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺ. ബൈ.